നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബുധനാഴ്ച ശിവരാത്രി. കുംഭമാസത്തിലെ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ചാലക്കുടിയിൽ പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന അപേക്ഷ സമാഹരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആശാ വർക്കർമാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതെണ്ടൽ സമരം സംഘടിപ്പിച്ചു. ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞ് 11 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച ശിവരാത്രി. കുംഭമാസത്തിലെ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും എന്നാണ് ശിവരാത്രി അനുഷ്ഠിക്കുന്നതിലൂടെയുള്ള വിശ്വാസം. ഈ വർഷം ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് ശിവരാത്രി. പാലാഴി മഥന സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം കഴിച്ച മഹാദേവന് ആപത്ത് വരാതിരിക്കാനായി പാർവതി ദേവി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച പുണ്യദിനമാണ് ശിവരാത്രി എന്നാണ് വിശ്വാസികൾ കരുതിപ്പോരുന്നത്. 1000 ഏകാദശിക്ക് തുല്യം അരശിവരാത്രി എന്നാണ് വിശ്വാസം. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. അമൃത തിരഞ്ഞുള്ള പാലാഴി മദനത്തിൽ ആദ്യം ഉയർന്നു വന്ന കാളകൂട വിഷം ലോകത്തെ രക്ഷിക്കുവാനായി മഹാദേവൻ പാനം ചെയ്തു. കാളകൂട വിഷം ഉള്ളിൽ ചെന്നാൽ ഭഗവാനും പുറത്തു ചെന്നാൽ ലോകത്തിനും ദോഷം ചെയ്യും എന്നതിനാൽ പാർവതി ദേവി മഹാദേവന്റെ കണ്ടത്തിലും വായ വഴി പുറത്തു പോകാതിരിക്കുവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ വായിലും പിടിച്ചു. ഇതുവഴി കാളകൂട വിഷം അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ ഇരിക്കുകയും അങ്ങനെ ലോകം രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ഭഗവാനായി പാർവതി ദേവിയും മറ്റ് ദേവഗണങ്ങളും ഉറങ്ങാതെ പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശിവരാത്രിയുടെ പിറ്റേന്നുള്ള ബലിതർപ്പണത്തിന് ഹിന്ദുമത വിശ്വാസപ്രകാരം പ്രാധാന്യമേറെയാണ്. അന്ന് നടത്തുന്ന ബലിതർപ്പണത്തിലൂടെ പിതൃക്കൾക്ക് മോക്ഷവും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ അനുഗ്രഹവും ലഭിക്കും എന്നാണ് വിശ്വാസം. ആലുവ മണപ്പുറത്തെ ബലിതർപ്പണവും ശിവരാത്രി ആഘോഷവും ഏറെ പ്രസിദ്ധമാണ്. ചാലക്കുടിയിൽ പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന അപേക്ഷ സമാഹരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പ് ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിൽമഠത്തിൽ, വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു S ചിറയത്ത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രീതി ബാബു, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ K സുജ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PD ലിസി തുടങ്ങിയവർ പ്രസംഗിച്ചു. നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും മത്സ്യമേഖലയിലെ മികവിനുള്ള ഇൻസെന്റീവ് ലഭ്യമാക്കുന്നതിനുമായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനമുള്ള ക്ലാസുകൾ നടത്തുന്നതിനിടയിലാണ് ഉദ്ഘാടന സമരം നടക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ കൃത്യമായി സംസാരിച്ച് ക്ലാസ്സിനെ ശല്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ക്ലാസ് കൂടുതൽ പ്രയോജനപ്പെടുന്നു. ഞങ്ങളിവിടെ കേട്ടതനുസരിച്ച് ക്ലാസിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട മത്സ്യ മേഖലയിലെ കർഷകർ അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് പറയാനുണ്ടാകും, സംശയങ്ങൾ പരിഹരിക്കാനുണ്ടാകും, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതൊരു അപേക്ഷാ സമാധാന ക്യാമ്പാണ്. ഇതിൽ പങ്കെടുക്കുന്നവരെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുണ്ട്, മത്സ്യകർഷകരുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മജീദ് ബോധന്മാർ അടക്കം വേദിയിലെ ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ,
ഈ വൈകിയ വേളയിൽ ഒരു വലിയ പ്രസംഗത്തിന് മുതിർന്നില്ല ഉദ്ഘാടകൻ ചെന്നതായ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ചില സൗകര്യങ്ങൾ കൂടിയിട്ടാണ് ഈ ക്യാമ്പിലൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എന്ന് കരുതിയിട്ടാണ് ജില്ലാതലത്തിൽ നടക്കുന്ന ഈ പരിപാടി ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ടൗൺഹാളിൽ വെച്ച് നടത്താൻ നഗരസഭ സൗകര്യം കൊടുത്തത് എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി. പോയി അവരുടെ മത്സ്യ ഇടങ്ങൾ പുതിയ ഉണ്ടാക്കാനുള്ളവരുണ്ട്. ഇവിടെ പഴയ ആളുകളുണ്ട്. ഏകദേശം സബ്സിഡിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റായിട്ടാണ് ഇതിന്റെ ഓഫീസൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോ ക്ഷേമനിധിയുണ്ട്. ആ ക്ഷേമനിധിക്കൊക്കെ തൃശ്ശൂർ പോയി ഭൂമുന്ന് പോയി അടച്ചിരുന്ന പൈസ നമ്മൾ വന്നതിന് ശേഷം ചാലക്കുടി ബ്ലോക്കിൽ ആശാവർക്കർമാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം സംഘടിപ്പിച്ചു. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പിച്ചതണ്ടൽ സമരം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. തുച്ഛമായ 7000 രൂപയ്ക്ക് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ജീവിക്കണമെന്ന സർക്കാരിന്റെ ദുർവാശി ഉടൻ അവസാനിപ്പിക്കണമെന്നും ആശാ വർക്കർമാർക്ക് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം 21,000 രൂപ അനുവദിക്കണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കണമെന്നും അമിത ജോലി ഭാരം ഏൽപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ അധ്യക്ഷ ശകുന്തള സജീവ്, ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പിച്ചതണ്ടൽ സമരം. സമരം നയിച്ച ആശാമാർ പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി നിരവധി കടകളിൽ കയറിയിറങ്ങി സമരം നടത്തി. ആശാവർക്കർമാരുടെ വിഷയമാണ്. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം രാപ്പകലില്ലാതെ ശനി ഞായർ തിങ്കൾ ഒരു ദിവസവും അവധിയില്ലാതെ ഓഫില്ലാതെ ഏത് സമയം 24 മണിക്കൂർ ജോലി ചെയ്യാനുള്ള ഒരു വിഭാഗമാണ് കേരളത്തിൽ. ആശാവർക്കർമാരാണ് കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത്. അതേസമയം അവർ ജീവിക്കുവാനുള്ള പൈസ കൊടുക്കാൻ ഇന്ന് ഇവിടെ സർക്കാർ തയ്യാറാവുന്നില്ല. വെറും തുച്ഛമായ 7,000 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ദാർഢ്യം നിറഞ്ഞ പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാരിന് കൂടെ പിടിക്കുന്ന ഇടതുപക്ഷം നേടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കണം, ജീവിക്കാനുള്ള അവസരം കൊടുക്കണം, അമിതമായി ജോലി ഭാരം ഏൽപ്പിക്കാതെ അടിമകളായി ആശാവർക്കർമാരെ മാറ്റുന്ന പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ പ്രതീകാത്മകമായി നടത്തുകയാണ്. ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം ഈ മാസം അവസാനം വരെ മാത്രമേ വാങ്ങുവാൻ കഴിയുള്ളൂവെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 28-നുള്ളിൽ തന്നെ ഫെബ്രുവരി കോട്ടയിലെ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റേണ്ടതാണെന്നും കോട്ടയിലെ വിഹിതം വാങ്ങുന്നതിനായി കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നതല്ലെന്നും വാർത്താക്കുറിപ്പിൽ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ന്യൂമോണിയ ബാധിച്ച് കഴിഞ്ഞ 11 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ലബോറട്ടറികളിൽ നിന്നുള്ള പരിശോധനകളിലും പുരോഗതിയുണ്ട്. വൃക്കകളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഓക്സിജൻ നൽകുന്നുണ്ട്. നിലവിൽ ഓക്സിജന്റെ അളവ് കുറവുള്ളതായാണ് കാണിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അങ്കമാലിയിൽ ദീപം തെളിയിച്ചു. അങ്കമാലി കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പഴയ മുനിസിപ്പൽ ഓഫീസ് പരിസരത്താണ് ആശാവർക്കർമാർക്ക് പിന്തുണയുമായി ദീപം തെളിയിച്ചത്. MLA റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ മാവേലി, കാലടി ബ്ലോക്ക് പ്രസിഡന്റ് സെബി കിടങ്ങേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. TM വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി ജോർജ്, SP ചന്ദ്രശേഖരൻ വാര്യർ, സാജു നെടുങ്ങാടൻ, ലതിക ശശികുമാർ, കൊച്ചുത്രേസ്യ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരത്തിന് ഒരു പരിഹാരമുണ്ടാക്കാതെ ഈ പിണറായി സർക്കാർ ഈ ആശാ വർക്കർമാരെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം പ്രഖ്യാപിച്ചിട്ടുള്ള സമര പരിപാടിയാണ് ഇവിടെ ആരംഭിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ രാപകൽ സമരം ചെയ്ത് ആശാ വർക്കർമാർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അവർക്ക് നീതി കിട്ടേണ്ടത് എല്ലാ ജനതയുടെയും ആവശ്യമാണ്. കോവിഡ് കാലത്തും മഹാമാരിയുടെ കാലത്തും വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ട് സധൈര്യം മുന്നോട്ട് വന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അവർക്ക് ഒരു പകൽ അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ ജീവിത ചെലവുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം അവർ പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ രാപകൽ സമരം നടത്തുന്നത്. അവർക്ക് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെല്ലാവരുടെയും സഹകരണവും ഐക്യദാർഢ്യവും എന്നും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അവർ ചോദിക്കുന്ന ന്യായമായ കൂലിയാണ് ചോദിക്കുന്നത്. രാപകൽ കഷ്ടപ്പെടുന്നതിനുള്ള കൂലിയാണ് ചോദിക്കുന്നത്. നമ്മുടെ സ്വന്തം ആശാ വർക്കേഴ്സ് അനന്തപുരിയുടെ വിരിമാറ് സെക്രട്ടേറിയറ്റിൻ തിരുമുൻപിൽ പിണറായിയുടെ കൺമുൻപിൽ നീതിക്ക് വേണ്ടി പോരാടുന്നു കൂലിക്ക് വേണ്ടി കേഴുന്നു. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധജ്വാല സിന്ദാബാദ്. നമ്മുടെ നാടിന് നട്ടല്ലായ ആശാവർക്കർമാർ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ന്യായമായിട്ടുള്ള സമരമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന തൊഴിലിന് ആനുപാതികമായ വേതനം ലഭിക്കുക എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ളൊരാവശ്യമാണ്. എന്നാൽ ആശാവർക്കർമാർ ചെയ്യേണ്ടുന്ന ജോലി, അവരുടെ ജോലിഭാരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ജോലിഭാരം വളരെയധികം ഉണ്ടായിരിക്കെ വളരെ തുച്ഛമായ ഓണറേറിയം മാത്രമാണ് ആശാവർക്കർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാരെ തൊഴിലാളികളായിട്ട് ജീവനക്കാരായിട്ട് പോലും കാണാൻ സാധിക്കാത്ത തരത്തിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള 14 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തി വരുന്ന ആശാവർക്കർമാരോട് കാണിക്കുന്ന നിഷേധാത്മക സമരത്തിന് നടപടിക്കെതിരെ പിണറായി സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ സംസ്ഥാനത്തെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ ശമ്പളം മറ്റേത് വിഭാഗത്തിനേക്കാളും താഴെയായി ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനിയൊരു ഇടവേള.